ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് കേവലം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 4000 വാച്ചിങ് അവർ തികക്കാം എന്നുള്ളതാണ്. നമുക്ക് ഈ 4000 വാച്ചിങ് അവർ 2 ദിവസം കൊണ്ട് തികക്കുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്തിട്ട് 1 മാസമോ 2 മാസമോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഒന്ന് ഒരു ഉഡായിപ്പ് വാച്ചിങ് അവർ ഉണ്ടാക്കുക എന്നുള്ളതും മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള ഒരു വാച്ചിങ് അവർ ഉണ്ടാക്കുക എന്നുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ആപ്പ് വഴി നമ്മളുടെ വീഡിയോസ് ഇട്ടുകൊണ്ട് നമ്മൾ ആ വീഡിയോസിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ വാച്ചിങ് അവർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാച്ചിങ് അവർ നിങ്ങൾ കഴിയാലും ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡ്രോപ്പ് ആയി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഏതായാലും ഇതൊക്കെ നമുക്ക് അറിയുന്ന പരിപാടികൾ തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ആപ്പുകൾ ഇന്ന് അവൈലബിലിറ്റി ഉണ്ട്. ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോസുകളൊക്കെ പ്ലേലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു തേർഡ് ആപ്പ് വഴി നമ്മൾ എല്ലാ വീഡിയോസും കൂട്ടിച്ചേർത്തുകൊണ്ട് അത് പിന്നെ നമുക്ക് ലൈവ് പോലെ നമുക്ക് വീഡിയോസ് ഇടാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അതല്ല പറയുന്നത്. നിങ്ങൾക്ക് 2 വിധത്തിൽ, ഒന്ന് ഈ പറയുന്ന ഒരു ഉഡായിപ്പ് രൂപത്തിൽ നിങ്ങൾക്ക് വാച്ചിങ് അവർ 2 ദിവസം കൊണ്ട് നേടാം എന്നുള്ളതും, മറ്റൊന്ന് സ്ഥിരമായ രീതിയിൽ ഒരു മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 4000 മണിക്കൂർ നേടാം. നിങ്ങളുടെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-15 ദിവസം കൊണ്ട് നേടാം 4000 മണിക്കൂർ പെട്ടെന്ന് ആക്കിയെടുക്കാം എന്നുള്ള ഒരു 2 ട്രിക്കുകളാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾ ഉഡായിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഉത്തരം ഉണ്ടാകും. നമ്മൾ കഷ്ടപ്പെടാതെ നേടിയതൊക്കെ പെട്ടെന്ന് പോകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം തന്നെ അത് സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളത് ആണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ ഒരു ആപ്പിന്റെയും അവസാനം. നേരിട്ട് വീഡിയോസിലേക്ക് പോകാം. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യൂട്യൂബ് നയങ്ങൾക്കെതിരെ, യൂട്യൂബ് പോളിസിക്കെതിരെയുള്ള ഒരു ആപ്പാണ് കേട്ടോ. എങ്ങനെ വാച്ചിങ് അവർ കൂട്ടാം എന്ന് പറയുന്നത് ഇത് 100% യൂട്യൂബ് പോളിസിക്കെതിരായിട്ടുള്ളത് തന്നെയാണ്, നോട് സംശയം. ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ക്രോമിൽ പോയി EMAPP.cc എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടുകയും അതിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോസിൻ്റെ ലിങ്ക് ഇടുകയും അത് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് അവിടെ മൾട്ടിപ്ലൈ ആയി വരും എന്നുള്ളതാണ്. എന്നിട്ട് വീഡിയോ അങ്ങോട്ട് റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇത്തരം 1 മണിക്കൂർ 2 മണിക്കൂറുള്ളൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു 10ഉം 20ഉം പ്രാവശ്യം റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വാച്ചിങ് അവർ വന്നു ചേരുന്നു എന്നുള്ളതാണ്. 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് വാച്ചിങ് അവർ തേക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പണ്ടും ഇത് സാധ്യമല്ല. കാരണം പണ്ടും ഇത്തരം മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് പണം സമ്പാദിക്കാൻ പറ്റിയിരുന്നില്ല. ഇത്തരത്തിൽ ആപ്പുകളിലൊക്കെ ഇട്ടിട്ട് വാച്ചിങ് അവർ കൂട്ടി ഒരുപാട് പൈസയൊക്കെ വാങ്ങിയ ആളുകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ, ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അവരുടെ വീഡിയോസിൽ വന്നിട്ട് പറയും നിങ്ങൾ ഫേക്കായിട്ട് ചെയ്യരുത് എന്നും പിൻവാതിലൂടെ ഇത്തരം പരിപാടികൾ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇത്തരം ആപ്പുകളെ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ട് നമുക്കത് പരിചയപ്പെടുത്താൻ പറ്റില്ല. അത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഞാനിതൊന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇങ്ങനെയും ആപ്പുകൾ ഉണ്ട് എന്ന് പറയാനാണ്. വേറെയും ഒരുപാട് ആപ്പുകളുണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം യൂട്യൂബ് പോളിസിക്ക് 100% എതിരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ ഈ ആപ്പിന് അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് തേർഡ് പാർട്ടി ആപ്പായിട്ട് നമ്മൾ അതിലേക്ക് പേ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആപ്പുകളും ഉണ്ട്. ഓക്കെ, ഇതൊരു ആഴ്ചത്തേക്കൊക്കെ നിലനിൽക്കുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ഇതുകൾ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് ഇനിയിപ്പോൾ മറ്റൊരു ആപ്പ് ഞാൻ കാണിച്ചു തരാം. ലൈവ് കരോ എന്ന് പറഞ്ഞൊരു ഒരു ആപ്പ്. ഈ ലൈവ് കരോ എന്ന് പറയുന്ന ആപ്പൊക്കെ ഇത് തന്നെയാണ് സംഭവം. നമ്മുടെ ഒരുപാട് വീഡിയോസുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലൈവായിട്ട് ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതായത് നമ്മുടെ വീഡിയോസുകൾ മാത്രം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഭവം നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ പരീക്ഷിച്ചാലും അവിടെയും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് റീയൂസ്ഡ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് വരില്ല, റീയൂസ്ഡ് വരും. കാരണം നിങ്ങളുടെ ഒരേ വീഡിയോസാണ് നിങ്ങൾ വീണ്ടും തിരിച്ചു മറിച്ചിടുന്നത് എന്നുള്ള ഒരു ചെറിയ ഉത്തമ ബോധം ഉണ്ടായാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഫേക്കായിട്ടും നമുക്ക് വാച്ചിങ് അവർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ വാച്ചിങ് അവർ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഇവിടെ ഞാനൊരു ചാനലിൻ്റെ അനലറ്റിക്സ് എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ.
അതായത് ഇവിടെ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സംഭവം കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ചില കണ്ടൻറ്റുകൾ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പ് സെർച്ച് എന്ന് പറഞ്ഞ അടിയിൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പ്രേക്ഷകർ, അതായത് ഈ ഒരു സ്വഭാവമുള്ള പ്രേക്ഷകർ നിരന്തരമായിട്ട് പിന്നെ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അവർ ഇത്തരം വാക്കുകളാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരം സെർച്ചിങ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ഔട്ട് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ സമാനമായിട്ടുള്ള സ്വഭാവമുള്ള കണ്ടൻറ്റുകൾ. ഓക്കെ, എന്നാലോ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വ്യൂസുള്ള ഒരു കണ്ടൻറ്റുകൾ എന്നാണ് അതിനർത്ഥം. ഇനി അതിൻ്റെ അടിയിൽ റീസെൻറ്റ് വീഡിയോസ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, ഈ ബ്രേക്ക് ഔട്ടിനെ കുറിച്ചിലേക്ക് വരാം. നമ്മൾ ബ്രേക്ക് ഔട്ട് പോലെയുള്ളൊരു വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് വൈറലാവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത്തരം വീഡിയോസുകൾ കൂടുതൽ സാധ്യത എന്നാണ് പറഞ്ഞു കേട്ടോ. നേരെ മറിച്ച് റീസെൻറ്റ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റ് 28 ദിവസത്തിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമാനത സ്വഭാവമുള്ള കുറച്ച് കണ്ടൻറ്റുകളാണ് ഇത്. ഓക്കെ, റീസെൻ്റായിട്ട് ഇത് കുറച്ച് സാധ്യത കുറവാണെന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഔട്ടാണ് കൂടുതൽ ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം വീഡിയോസുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓഡിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അനലറ്റിക്സിൽ ഓഡിയൻസ് എന്നുള്ളത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് തരം കണ്ടൻറ്റാണ് ഇടേണ്ടത്. നിങ്ങളുടെ പ്രേക്ഷകർ ഏത് സമയത്താണ് കൂടുതൽ ഒഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ഈ കൂടുതൽ സമയത്ത് നിങ്ങളുടെ വീഡിയോസ് എപ്പോഴാണ് വാച്ച് ചെയ്യുന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് തരം പ്രായക്കാരാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കണ്ടൻറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു അനലറ്റിക്സിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിങ്ങനെ ഒരുപാട് വ്യൂസൊക്കെ ഉള്ള ഒരു ചാനലാണ് കേട്ടോ, ഒരുപാട്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോസിൻ്റെ അനലറ്റിക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു 4.7K, അതായത് 4700 വ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് റാങ്കിങ് കാണിക്കുന്നുണ്ട് ഇവരുടെ. അതായത് അവസാനമിട്ട 10 വീഡിയോസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ അതിൽ 4, അപ്പോൾ ഏകദേശം എന്ന് പറയുന്നത് 10 വീഡിയോസിൽ 4ാമനായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇംപ്രഷൻ ക്ലിക്ക്, അതായത് CTR എന്ന് പറയുന്നതോ 10.2% എന്ന് കാണിക്കുന്നു. ആവറേജ് ഡ്യൂറേഷൻ എന്നുള്ളത് അവിടെ എത്ര കാണിക്കുന്നുണ്ട്? ആവറേജ് വ്യൂ ഡ്യൂറേഷൻ 30%മാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. അവിടെ ഗ്രീൻ ലൈറ്റൊക്കെ കത്തിക്കിടക്കുന്നത് കാണുന്നില്ലേ? ഇത് എത്ര പേർക്ക് യൂട്യൂബ് അയച്ചു കൊടുത്തു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് അതിൽ എത്ര പേർ കണ്ടു എന്നുള്ളതും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് എത്ര പേരിലേക്ക് ഇത് യൂട്യൂബ് അയച്ചു കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ വീഡിയോസ് 30 സെക്കൻഡല്ലേ കണ്ടുള്ളൂ, പിന്നെ ഗ്രീൻ ലൈറ്റ് എങ്ങനെ കത്തി എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ പ്രധാന ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസ് വളരെ ലെങ്ത്ത് കുറവാണ്. ഉള്ള വീഡിയോസിൻ്റെ 50% ആളുകൾ കണ്ടു എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുന്നു. ഇവർക്ക് എത്ര വ്യൂസ് ഉണ്ട്? 4700 വ്യൂസ്. എന്നിട്ട് അവിടെ ഹരിക്കണം എന്ന് ടൈപ്പ് ചെയ്യും നമ്മൾ. ഓക്കെ, ഹരിക്കണം എത്ര പെർസെൻറ്റേജാണ് നമ്മൾ പറഞ്ഞത്? 10.2% എന്നടിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉത്തരമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. എന്താണ് കിട്ടുന്നത്? 46,078 പേരിലേക്ക് യൂട്യൂബ് ഈ ഒരു ഇംപ്രഷൻ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. 46,078 പേരിലേക്ക്. പക്ഷേ 46,078 പേരിലേക്ക് പറഞ്ഞയച്ചപ്പോഴും അത് കണ്ടത് 4,700 പേര് മാത്രമാണെന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേറ്റ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇതിൻ്റെ ഈ ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് വീഡിയോസ് വളരെ ലെങ്ത്ത് വളരെ കുറവാണെന്നുള്ളതാണ്. ഉള്ളത് ഓണം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, സത്ത് മാത്രം ഇടുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഉള്ളത് കുറച്ച് ഭാഗം 1 മിനിറ്റിൻ്റെ വീഡിയോസും 1.25 മിനിറ്റും 1.5 മിനിറ്റും 2 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഡ്യൂറേഷൻ നമുക്ക് അത്രയും കുറച്ച് ഒപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയും കുറച്ച് സമയം നമുക്ക് പ്രേക്ഷകരെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാറുള്ളത്. എൻ്റെയൊക്കെ വൻ പരാജയം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ ഒരു പിന്നെ ഒന്നും അറിയാത്തവർക്ക് പോലും എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവണം എന്ന് കരുതി ഞാൻ വളരെ സിമ്പിളായിട്ട് വലിച്ചു നീട്ടി തന്നെയാണ് പറയില്ല. അതിന് ഇനിയും മാറ്റങ്ങളൊന്നും എങ്ങനെയായാലും വരുത്താൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് എനിക്ക് ഔട്ട് ഓഫ് ഇൻറ്റേർണൽ സോഴ്സിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സായിട്ട് ഒരുപാട്
വർക്കുകൾ വരുന്നത് കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡ്യൂറേഷൻ പിന്നെ സത്ത് മാത്രം ഇട്ട് ഇടുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ EMAPP.C എന്ന് പറയുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫേക്കായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അത് 100% യൂട്യൂബ് നയങ്ങൾക്കെതിരാണ്, യൂട്യൂബ് പോളിസിക്കെതിരാണ്. അങ്ങനെ അത്തരം വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ഇവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതും കൂടെ മനസ്സിലാക്കുക. എനിവേ അത്തരം വർക്കുകൾ അങ്ങനെയൊക്കെ പിന്നെ മാക്സിമം നിങ്ങൾ ചാനലിൽ ചെയ്യാതിരിക്കുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെടുന്ന ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വാച്ചിങ് അവർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ വാച്ചിങ് അവർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് യൂട്യൂബ് പോളിസിക്ക് എതിരെ തന്നെയാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾക്ക് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമുക്ക് 4000 വാച്ചിങ് അവർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഇതേപോലെ തന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വാച്ചിങ് അവർ ഡ്രോപ്പ് ആയി പോയത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വീഡിയോസ് ഒക്കെ പഴയ കാലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലത്തൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തു കൊടുത്ത ആളുകളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പഴയ കാലത്ത് ഇതിന് മോണിറ്റൈസേഷൻ കിട്ടിയിരുന്നു. ഇതിൽ നിന്ന് പണം സമ്പാദിക്കാൻ എന്ന് വെച്ചാൽ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോസ് കയറില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഇത് യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. പക്ഷെ അന്ന് ഇത് കണ്ടെത്താൻ യൂട്യൂബിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും വിത്തിൻ 1 വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു വാച്ചിങ് അവർ ഡ്രോപ്പ് ആയി പോകും. പക്ഷെ നിങ്ങൾ ശരിയായ രീതിയിൽ, അതായത് ഞാൻ ഈ 2ാം പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ യൂട്യൂബ് അനലിറ്റിക്സിൽ പോയി നിങ്ങളുടെ ട്രെൻഡ്സ് എന്താണെന്നൊക്കെ എടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ തംബ്നെയിലും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ആവറേജ് ഡ്യൂറേഷൻ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസും അതേപോലെ എന്ത് ക്യാപ്ഷൻ കൊടുക്കണം, ആ വീഡിയോസിൽ ആരും ചേർക്കാത്ത ക്യാപ്ഷനുകൾ എന്താണ്, ആരും ചേർക്കാത്ത ടൈറ്റിലുകൾ എന്താണ് എന്നൊക്കെ നോക്കി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്താണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് വാച്ചിങ് അവർ ആകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നിൽക്കരുത്. അതായത് കാറ്റഗറി ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഈ കാറ്റഗറി ചേഞ്ച് ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് അത് പെട്ടെന്ന് പിടികിട്ടാതെ വരും എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ ഒരു വീഡിയോസ്, ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തി ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിന്റെ അൽഗോരിതം. ഓക്കെ, ഇത് എന്റർടൈൻമെന്റ് വീഡിയോസ് ഇടുന്നവരിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ളത്. നിങ്ങൾ പെട്ടെന്ന് കാറ്റഗറി ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അവിടെ ഈ ട്രെൻഡിങ് കാര്യങ്ങളൊന്നും അപ്പൊ പിന്നെ നടന്നെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒരേ കാറ്റഗറിയിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ 4000 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ലൈവ് മുഖാന്തരം നമുക്ക് എങ്ങനെയാണ് വാച്ചിങ് അവർ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ പല ആളുകളുടെ ചാനലിലും പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ സജഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഓൺ ചെയ്യൂ, എന്നിട്ട് അങ്ങോട്ട് പിന്നെ അവരുടേതേ കാണും, അവരുടേതേ കാണുന്നു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് തന്നെ അത് പറയുന്നുണ്ട്. അതിന്റെ പുറത്ത് നിന്നുകൊണ്ട് അവർ ഇതും പറയുന്നുണ്ട്. എന്താണ്, നിങ്ങൾ ഫേക്ക് ആയിട്ട് വാച്ചിങ് അവർ ചെയ്യരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ കുറിച്ചിട്ടാണ് എന്റെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്ടോബർ 1 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയൊരു ഗ്രൂപ്പാണ്. പുതിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് പറയുന്ന ഗ്രൂപ്പാണ്. യൂട്യൂബിനെ കുറിച്ച് മുഴുവനായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തംബ്നെയിൽ ഉണ്ടാക്കാൻ പഠിക്കുക, വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിക്കുക, യൂട്യൂബ് സെറ്റിംഗ്സുകൾ പഠിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് പഠിക്കുക. ഇത്തരത്തിൽ യൂട്യൂബ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ആ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത മാസം 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് ആളുകളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഒരു ചെറിയ ഫീ ആണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന, നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നാൽ അറിയാൻ പറ്റുന്ന, നിങ്ങൾക്ക് വ്യക്തമായ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഡൗട്ട് ക്ലിയറിംഗ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഉണ്ട്. 1 വർഷത്തേക്കാണ് അത്. നിങ്ങൾക്ക് അത് ചെറിയൊരു ഫീയേ ഉള്ളൂ അതിനും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഞങ്ങളുടെ സംശയം, പിന്നെ ഇയാളോട് ഡൗട്ട് ചോദിച്ചാൽ ഈ ഗ്രൂപ്പിൽ ചേർന്നാൽ മാത്രമാണോ ഇയാൾ ഡൗട്ട് പറഞ്ഞു തരിക എന്നുള്ളത്? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്നെ കമന്റ് ബോക്സിൽ ചോദിക്കാം. മാക്സിമം ഞാൻ കമന്റ് ബോക്സിൽ മറുപടി നൽകും. മാക്സിമം എന്നല്ല, ഞാൻ 99% കമന്റ് ബോക്സിൽ മറുപടി നൽകുന്ന ആളാണ്.
സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. അതുമല്ല എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഇന്ന് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. പക്ഷെ കുറച്ചും കൂടെ പ്രിഫറൻസ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത് എൻ്റെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയവർക്ക് അപ്പോൾ, അതായത് ഒരു വർഷത്തെ ഒരു ചെറിയൊരു ഫീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു 1 ഇയറിന്റെ ഒരു കാര്യം. ബാക്കി ട്യൂട്ടോറിയൽ ക്ലാസ്സുകളൊക്കെ ഇതുവരേക്കും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ 6ാമത്തെ 7ാമത്തെ ഗ്രൂപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഈ വീഡിയോസ് കാണുന്നവരൊക്കെ അത് കാണുന്നുണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ലേഡീസിന്റെയും ജെന്റ്സിന്റെയും സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.